കാലടി ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച റോബോട്ട് ശ്രദ്ധേയമാകുന്നു. പരിശീലനം നൽകിയാൽ എന്ത് പ്രവൃത്തിയും ഈ കുഞ്ഞൻ റോബോട്ട് ചെയ്യും. ബാംഗ്ലൂരിൽ നടന്ന അഖിലേന്ത്യാ എഞ്ചിനീയറിംഗ് മത്സരത്തിൽ ആദ്യ 10-ൽ ഇടം നേടുകയും ചെയ്തു ഈ റോബോട്ട്. 3200 ടീമുകളെ പിന്തള്ളിയാണ് ഇവർ ആദ്യ 10-ൽ ഇടം നേടിയത്. നിങ്ങളുടെ വീട്ടിലെ വീട്ടുജോലികൾ ചെയ്യാൻ ഒരു സർവന്റിനെ തേടുകയാണോ നിങ്ങൾ? അവരെ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കാലടി ആദിശങ്കരയിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കണ്ടുപിടിച്ച ഒരു കുഞ്ഞു റോബോട്ടായ എയ്റോ അതിന് തയ്യാറാണ്. വീട്ടിലെ ക്ലീനിങ്ങുകളെല്ലാം ഈ കൊച്ചു റോബോട്ടിന്റെ കൈകളിൽ ഭദ്രം. കാലടി ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജിലെ ബിടെക് വിദ്യാർത്ഥികളായ അഖിൽ ബേസിൽ ബേബി, അഖിൽ ജോയ്, ജിബിൻ പൗലോസ്, മുഹമ്മദ് അസിൽ അലി എന്നിവർ ചേർന്നാണ് ഈ റോബോട്ടിനെ നിർമ്മിച്ചിരിക്കുന്നത്. അഖിലേന്ത്യാ തലത്തിൽ ബാംഗ്ലൂരിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കായി നടന്ന ടെക്സാസ് ഇന്നോവേഷൻ ചലഞ്ച് മത്സരത്തിൽ ആദ്യ 10-ൽ ഈ റോബോട്ട് സ്ഥാനം പിടിച്ചു. 3200ഓളം ടീമുകളെ പിന്തള്ളിയാണ് എയ്റോ ആദ്യ 10-ൽ സ്ഥാനം പിടിച്ചത്. A group of 4 people have been ordered to be Akhil Basil, Akhil Joy. A group of 4 people have been ordered to be Akhil Basil, Akhil Joy, Jibin Paulos, Asim Ali. നിർദ്ദേശങ്ങൾ നൽകിയാൽ മനുഷ്യനെ പോലെ ചലിക്കാൻ കഴിയും എന്നതാണ് ഈ റോബോട്ടിന്റെ പ്രത്യേകത. ഏതൊരു പ്രവൃത്തിയും ഒരു തവണ പരിശീലിപ്പിച്ചാൽ പിന്നീടത് എപ്പോൾ ആവശ്യപ്പെട്ടാലും അനുകരിക്കും. നിലവിലുള്ള റോബോട്ടുകളുടെ വലിയ പോരായ്മയായ റീപ്രോഗ്രാമിംഗ് എന്ന ന്യൂനതയും ഈ റോബോട്ട് മറികടക്കുന്നു. നമ്മുടെ ചലനശേഷിയും മറ്റും തരംതിരിച്ച് അനുകരിക്കാനുള്ള കഴിവുള്ളതിനാൽ വ്യവസായ മേഖലകളിൽ പോലും ഈ റോബോട്ടിനെ ഉപയോഗിക്കാനാവുമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഈ റോബോട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതോ ഒരു സാധാരണക്കാരനും ഇതിനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് വേറൊരു നല്ലൊരു പ്രോഗ്രാമറിൻ്റെ ആവശ്യമില്ലാതെ ഗസ്റ്റർ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഇതിനെ എന്ത് കാര്യത്തിലായിട്ട് നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത. അത്യാവശ്യം ഇതിൻ്റെ ഒരു സ്ട്രക്ചറിൻ്റെ ഒരു കേപ്പബിലിറ്റി വെച്ചുള്ള എന്ത് കാര്യത്തിനും ഇതിനെ ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ ഹാൻഡ് മാറ്റി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വാക്യൂം ക്ലീനറായിട്ടോ അങ്ങനെ എന്തുമായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ പറ്റും. ടെക്സാസ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമേരിക്കൻ കമ്പനിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റ് ചെയ്തത്. ടോട്ടൽ 3200 ടീംസ് ഇന്ത്യയിൽ നിന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് പല റൗണ്ടുകളിലായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവസാനം ടോപ്പ് 10-ലേക്ക് ഇപ്പോൾ എത്തി. ടോപ്പ് 10-ലെ കോമ്പറ്റീഷൻ ബാംഗ്ലൂർ വെച്ചിട്ടായിരുന്നു. അവിടെ അബ്ദുൽ കലാമായിട്ടായിരുന്നു ചീഫ് ഗസ്റ്റ്. നല്ലൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. നല്ല ഒരുപാട് പേര് പരിചയപ്പെടാനും ഇൻഡസ്ട്രി ലെവലിലേക്ക് ഞങ്ങൾക്ക് ഇതിനെ മനസ്സിലാക്കാനും പറ്റി. ഏതൊരു സാധാരണക്കാരനും ഈ റോബോട്ടിനെ പരിശീലിപ്പിക്കാനാകും. മെഷീൻ ലേണിംഗ് എന്ന സാങ്കേതിക വിദ്യയാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ് എന്നിവ വഴിയും റോബോട്ടിനെ നിയന്ത്രിക്കാനാവും. ഇതിന് മെയിനായിട്ട് നിർദ്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ഡിവൈസ് ഉപയോഗിക്കും. ഒന്ന് വെച്ചാൽ ഗസ്റ്റർ, ഒരു വേറബിൾ ബാൻഡ് ഉണ്ട്, പിന്നെ ഒരു സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ വേറബിൾ ബാൻഡ് ഉപയോഗിച്ചിട്ട് അതിട്ടാൽ നമുക്കിങ്ങനെ ഗസ്റ്റർ വെച്ച് തന്നെ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കൈയും 2 കൈയും ഡിഫറെൻറ്റ് മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. ബേസ് മൂവ്മെൻറ്റ്, പല റോബോട്ടിൻ്റെ പല മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ വെച്ച് തന്നെ ഇതിൻ്റെ പല മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കാനും അതുവഴി നമുക്ക് പല ഉപയോഗത്തിനും ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതായത് പ്ലേറ്റ് വാഷിംഗ് ആണെങ്കിലും പിന്നെ വീട്ടിൽ ക്ലീനിങ്, പിന്നെ പല ഇൻഡസ്ട്രിയൽ പർപ്പസിനും ഇത് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ മെയിനായിട്ടുള്ള ഈ സ്ട്രക്ചർ അലുമിനിയം ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ കുറേ സി ചാനലുകൾ ഉപയോഗിച്ച് ക്ലാമ്പസും വെച്ചാണ് നമ്മളിതിന് മോട്ടറിൻ്റെ ഹോൾഡറുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനകത്തൊരു മിനി കമ്പ്യൂട്ടർ ഉണ്ട്. അത് ടെക്സാസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഒരു മിനി കമ്പ്യൂട്ടറാണ്. ആ മിനി കമ്പ്യൂട്ടറിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസസ്സുകൾ നടക്കുന്നത്. അതോടൊപ്പം അതിനെ സഹായിക്കാനായിട്ട് കുറേ കൺട്രോളർ യൂണിറ്റ്സ് കൂടിയും വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ വിവിധ മൂവ്മെൻറ്റ്സിന് വേണ്ടി നമുക്ക് കുറേ സെർവോ മോട്ടറുകളാണ് ഉപയോഗിക്കുന്നത്. ഈ മോട്ടറുകളെല്ലാം കൺട്രോൾ ചെയ്യുന്നതിന് ഉള്ള ഒരു പ്രത്യേക കൺട്രോളേഴ്സ് നമുക്ക് ഇതിനകത്തുണ്ട്. ഇതിൻ്റെ പവർ സപ്ലൈക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം ഒരു ബോർഡ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 2 UPS ബാറ്ററികളാണ് ഇതിന് പവർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ചൂട് മാറ്റാൻ വേണ്ടി നമ്മൾ ഇതിനകത്ത് 2 ഫാനുകളും ഉപയോഗിക്കുന്നുണ്ട്. കോളേജ് അധികൃതരും പൂർണ്ണ പിന്തുണയാണ് ഈ കുട്ടികൾക്ക് നൽകിയത്. എല്ലാവിധ സഹായ സഹകരണങ്ങളും അധികൃതരും നൽകിയിരുന്നു. അവരുടെ സ്വതസിദ്ധമായ കഴിവ്, അവരുടെ അറിവും അവർക്ക് ഇവിടെ നിന്ന് ലഭിച്ച ട്രെയിനിങ്ങും എല്ലാം കൂടി ചേർന്നിട്ട് പുതിയൊരു
റോബോട്ടിന് രൂപം നൽകി അത് പ്രാവർത്തികമാക്കി മത്സരത്തിൽ ജയിച്ചു വന്നത് തീർച്ചയായിട്ടും ഒരു നേട്ടം തന്നെയാണ്. ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മത്സരത്തിൽ അവരെത്തുന്നതും വിജയം പ്രാപിക്കുന്നതും. അത് കേരളത്തിന് മാത്രമല്ല, എഞ്ചിനീയറിംഗ് കോളേജിലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ആദിശങ്കരയുടെ തന്നെ ഒരു വലിയ നേട്ടമായിട്ട് ഞാൻ കരുതുന്നു. ആ വിദ്യാർത്ഥികൾക്ക് ഞങ്ങളുടെ കോളേജിൽ നിന്ന്, ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകിയിരുന്നു. അവരത് മാക്സിമം പ്രയോജനപ്പെടുത്തുകയും അത് പ്രാവർത്തികമാക്കുകയും അതിൽ അവർ വിജയിക്കുകയും ചെയ്തു എന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അതിയായ സന്തോഷമുണ്ട്. ഈ റോബോട്ടിനെ വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിക്കണമെന്നാണ് ഈ വിദ്യാർത്ഥികളുടെ ആഗ്രഹം. ഇനിയും ഇതുപോലെയുള്ള പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാർത്ഥികൾ.